ഈ മലന്നു കിടന്ന തുപ്പുന്ന പരിപാടി CPIM ഇനിയും നിർത്താൻ ഉദ്ദേശമില്ലാന്ന് തോന്നുന്നു. വനനിയമവും ഭേദഗതിയും എല്ലാം അവരുടെ കക്ഷത്ത് വെച്ചുകൊണ്ട് വല്ലോടത്തും കിടക്കുന്ന പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെ കടുവകൾക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കരിങ്കൊടിയായിട്ട് ഇറങ്ങിയത്. പക്ഷെ അത് യഥാർത്ഥത്തിൽ അവർക്ക് നേരെയുള്ള കരിങ്കൊടിയാണെന്നാണ് അവർ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതിനെല്ലാം നല്ല ചുടുചൂടൻ മറുപടി പ്രിയങ്ക കൊടുത്തു. അക്ഷരാർത്ഥത്തിൽ തരം താഴ്ന്ന കരിങ്കൊടി രാഷ്ട്രീയം കൊണ്ട് CPIM കളഞ്ഞ അത് അവരുടെ വില തന്നെയായിരുന്നു. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. മൈക്കിലോടിയുണ്ട്. ഹലോ 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 സാറേ, പ്രിയങ്കാന്തി ഇവിടെ എത്തിയേ വീട്ടിൽ ഒന്ന് കൊടുത്തേക്ക് പറയാം. കയറിപ്പോയില്ലേ? സിദ്ധിക്കിറങ്ങിയേ പൊള്ളിയിട്ട് അവരെന്തോ നിവേദനം കൊടുക്കുന്നു. ശരി, ഫ്രെയിം കൊടുത്തിട്ടാ നീ മൈക്ക് വെക്കുന്നുണ്ടെങ്കിൽ പറയണേ.
local MLA is the first activity. തീരുമാനം ഉണ്ടായിരുന്നല്ലോ, അക്കാര്യത്തിൽ എന്തെങ്കിലും നടപടി മുന്നോട്ട് പോയിട്ടുണ്ടോ? ആ നടപടി തന്നെ എത്രയും പെട്ടെന്ന് ഇതെല്ലാം ഇത് ചെയ്യാവുന്ന രീതിയിലാണ്. പരാതികൾ നിങ്ങൾക്കില്ല? ഇല്ല. അവര് പെട്ടെന്ന് തന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളടുത്ത് ഇങ്ങനെ 10 ദിവസത്തിന്റെ ഒരു കണക്കച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതും ഞങ്ങളിപ്പം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ലെറ്റർ കൊടുക്കാൻ ലേറ്റ് ആയ കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് തന്നെ വളരെ സപ്പോർട്ടീവായിട്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. കത്ത് നേരിട്ട് കൊടുത്തോ? അല്ല, കത്ത് കൊടുക്കാൻ ഞങ്ങൾ ലേറ്റ് ആയില്ലേ, 10 ദിവസം ഒരു എല്ലാവർക്കും പുറമെയുള്ളവർക്ക് കൊടുക്കാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ, അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞു, കത്തിനുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ കത്ത് പ്രിയങ്ക ഗാന്ധിക്ക് നിങ്ങൾ കൊടുത്തിരുന്നില്ല അല്ലെ? അവര് നേരത്തെ കൊടുത്തിരുന്നോ കത്ത്? ഇല്ല. അതിപ്പോഴാണ് സംസാരിക്കുന്നത്. അതെ. അപ്പൊ എന്താ അവര് പറഞ്ഞത്? അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അവർക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടുണ്ട്, എല്ലാം സംസാരിച്ചപ്പം. അല്ലെങ്കിൽ ഓൾറെഡി ഇപ്പൊ വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ എല്ലാ പിന്തുണയും, വിഷമിക്കേണ്ട, ഞങ്ങളുടെ ഫാമിലിന്റെ കൂടെ ഉണ്ടാവും തന്നെ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. മകൾക്ക് പ്രിയങ്ക കാണണം പറഞ്ഞിരുന്നു. അവള് രാഹുൽ ഗാന്ധിന്റെ ഭയങ്കര വലിയ ഫാനാണ്. അപ്പൊ ഇങ്ങനെ സംസാരിച്ചു. പാർട്ടി നടപടി പാർട്ടി പൂർണ്ണമായും കുടുംബത്തിനൊപ്പം ഉണ്ട്. ഈ കത്തിൽ പേര് പരാമർശിക്കുന്നവർക്കെതിരെ നടപടി പറഞ്ഞു ഇല്ല. അത് അങ്ങനെയല്ല, അത് ഇതിന് അന്വേഷണത്തിന് പാർട്ടി ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഈ നേതാക്കന്മാരെ ചില 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രേരണ കുറ്റത്തില്. അപ്പൊ കത്തുകൾ ഉണ്ടായിരുന്നു, കത്തിൽ പരാമർശം ഉണ്ടായിരുന്നു. ആ കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നോ? എന്താ പറഞ്ഞപ്പോ? പാർട്ടി അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുണ്ട്. അതിൽ അതിന്റെ റിപ്പോർട്ട് പനി റിപ്പോർട്ടായിട്ട് അതിന്റെ രീതിയിലേക്ക് നീങ്ങാം. ഈ അച്ഛൻ ഇവർക്കും കത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നാണല്ലോ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും പരാമർശിച്ചിരുന്നോ? അതൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇവർക്കും കൊടുത്തിട്ടുണ്ട്. അതേക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, അതേക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. ആ കുടുംബം എന്നോട് അവരുടെ വേദനകൾ പറയുന്നതിനിടയിൽ പറഞ്ഞു, ആ പ്രദേശത്ത് ഫെൻസിങ്ങിന്റെ വലിയ കുറവ്, ഫെൻസിങ്ങിനിടയിലൂടെ കടുവ കടന്നു വരുന്നതായിരിക്കുന്ന വന്യമൃഗങ്ങൾ കടന്നു വരുന്നതായ കാര്യങ്ങൾ, ആ വലിയ പ്രദേശത്ത് 4 ഫോറസ്റ്റ് ബീച്ച് ഫോറസ്റ്റ് ഓഫീസർമാർ നേരത്തെ ഉണ്ടായിരുന്നത് ഇന്ന് കേവലം 2 പേർ മാത്രമാണുള്ളത്. 4 പേർ മതിയാകാത്തിടത്ത് കേവലം 2 പേർക്ക് എങ്ങനെ ആ മേഖല സംരക്ഷിക്കാൻ സാധിക്കും? I understood from them what a difficult position they are in. Every day they have to go back and work in the same place. If they don't work, they don't earn. They are poor. At the same time, every day they fear for their lives. ഓരോ സമയത്തും എങ്ങനെ ജീവൻ മുന്നോട്ട് പോകും എന്നുള്ളതിന്റെ പ്രയാസങ്ങളും ആകുലതകളും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരേ സ്ഥലത്ത് ഒരേ രീതിയിൽ പല രീതിയിലുള്ള ജീവനോപാധി പ്രവർത്തനങ്ങൾക്ക് കടന്നു പോകുമ്പോൾ അതിന്റെ ഭയവും അതിന്റെ പ്രയാസങ്ങളും ആകുലതകളും ഇന്ന് ഈ മേഖലകളിൽ മുഴുവൻ നിഴലിച്ചു നിൽക്കുകയാണ്. Then I went to the district collectorate and I spoke with all the forest officers, all the officers of the collectorate, and we had a long discussion. ഞാൻ അതിനുശേഷം കളക്ടറേറ്റിൽ പോയി. കളക്ടറേറ്റിൽ ഞാൻ പ്രത്യേക നിർദ്ദേശം കൊടുത്തൊരു മീറ്റിംഗ് വിളിച്ചിരുന്നു. ആ മീറ്റിംഗിൽ ജില്ലാ കളക്ടറും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഈ വിഷയങ്ങൾ അവിടെ വിശദമായി ഞാൻ ചർച്ച ചെയ്തു. And I understood from them that they are also trying their best. They are making a big effort to try to protect human life and to try to help and support you as you face this problem. അവിടെ എനിക്ക് മനസ്സിലായി, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അവരുടേതായിരിക്കുന്ന വലിയ പരിശ്രമങ്ങൾ നമ്മുടെ ജീവൻ സംരക്ഷിക്കാനും
നമ്മുടെ മേഖലകൾ സംരക്ഷിക്കാനും അവരും അവരുടേതായിരിക്കുന്ന വലിയ പരിശ്രമങ്ങൾ എടുക്കുന്നുണ്ട്. And I understood that they are also working in very difficult circumstances. അവരും ഒരു പ്രത്യേകമായിട്ടുള്ള വലിയ പ്രയാസകരമായ സാഹചര്യത്തിലാണ് അവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. And the main reason for this is that the state and the central government are not prioritizing this issue. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വന്യജീവി സംഘർഷത്തെ ഏറ്റവും പ്രാധാന്യമുള്ള പ്രശ്നമായി അവർ എടുത്തു കാണിക്കുന്നില്ല, അവർ അതിന് മുൻഗണന നൽകുന്നില്ല എന്നതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായി. The most important thing that they need, the forest officers, the district administration, that you need to protect you from this kind of situation are funds. ജില്ലാ ഭരണകൂടവും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കും ഏറ്റവും നമ്മുടെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാനും ജനങ്ങളുടെ കാർഷിക ജീവനോപാധി മേഖലകളെ സംരക്ഷിക്കാനും അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതായ കാര്യം ഫണ്ടിന്റെ അപര്യാപ്തതയാണ് അവർ നേരിടുന്ന ഏറ്റവും മർമ്മപ്രധാനമായ പ്രശ്നം. They need more guards, they need funds for that, they need more funds for fencing, they need funds to fix the existing trenches and walls. They need money to be able to resolve this issue, to be able to give you protection. പുതിയതായ ഉപകരണങ്ങൾ വാങ്ങുവാൻ, അതോടൊപ്പം പുതിയ ഗണ്ണുകൾ സംഭരിക്കുവാൻ, ഫെൻസിങ്ങിന് ആവശ്യമുള്ളതായ വിവിധങ്ങളായ ഫെൻസിംഗ് നടപടികൾക്ക് നേതൃത്വം കൊടുക്കുവാൻ, നിലവിലുള്ളതായിരിക്കുന്ന ട്രെഞ്ചുകൾ, കുഴികൾ, ആ കുഴികൾ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ, പുതിയതായിരിക്കുന്ന ട്രെഞ്ചുകൾ കുഴിക്കാൻ, എന്തെല്ലാം വന്യമൃഗാക്രമണങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണോ ആ സംരക്ഷണത്തിനാവശ്യമായ ഉപകരണങ്ങളും ക്രമീകരണങ്ങളും നടത്താൻ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ ലഭ്യമാകുന്നില്ല. അത് കേന്ദ്രവും സംസ്ഥാനവും കൊടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും മർമ്മപ്രധാനമായ പ്രശ്നങ്ങളിൽ ഒന്ന്. What you are facing is unacceptable. 5 deaths in the matter of 1.5 months is unacceptable. 1.5 മാസത്തിനിടയിൽ 5 മരണം, 5 മനുഷ്യജീവൻ വന്യമൃഗം എടുത്തു എന്നുള്ളത് നമുക്കൊരിക്കലും സ്വീകരിക്കാൻ, നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതായ ഒരു വിഷയമല്ല. And it is not just a problem you are facing here. This problem is faced across these areas of Kerala. നിങ്ങൾ ഇവിടെ മാത്രമല്ല, കേരളത്തിന്റെ എല്ലാ ഇടങ്ങളിലും ഈ പ്രശ്നങ്ങളെ നേരിടുകയാണ്. So government going to wake up and say this is a priority? When is the central government going to wake up and say this is a priority? We need to immediately send the funds to be able to mitigate this problem. എന്റെ പ്രധാനപ്പെട്ട ചോദ്യം, ഏത് സന്ദർഭത്തിലാണ്, ഏത് സമയത്താണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഈ പ്രശ്നത്തെ, വന്യമൃഗാക്രമണം, മനുഷ്യ സമ്പത്ത് സംരക്ഷിക്കണം, മനുഷ്യന്റെ ജീവനോപാധികളും കാർഷിക മേഖലയും സംരക്ഷിക്കണമെന്നുള്ള മർമ്മപ്രധാനമായ പ്രശ്നങ്ങൾക്ക് ഏത് സമയത്ത് അവർ മുൻഗണന കൊടുക്കും എന്നുള്ളതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. I have understood from the collectorate the kind of funding required. I have also understood the kind of measures they want to take to be able to protect you fully. എനിക്ക് മീറ്റിംഗിൽ ഒരു കാര്യം പ്രത്യേകം എനിക്ക് അനുഭവബോധ്യമായി. ഏതൊക്കെ രീതിയിൽ ഫണ്ട് വേണം, ഏതൊക്കെ രീതിയിൽ അത് ചെലവഴിക്കപ്പെടണം, അതിന് വേണ്ടതായ പ്രവർത്തനങ്ങൾ ഏതൊക്കെ തലത്തിൽ നടത്തേണ്ടതുണ്ട് ഈ പ്രശ്നത്തെ തരണം ചെയ്യാൻ എന്നുള്ളതൊക്കെ എനിക്ക് ബോധ്യമായി. The parliament session is starting in 2 days. I will take this issue up. I will fight for it. I will highlight it. And I am very happy to see that my colleagues here on stage have been highlighting it for 10 days, have been raising this issue non-stop. We will continue to fight for it, and I hope that after all our efforts, that we are able to wake the government up, whether it's the central government or the state government, and make them see how much you are suffering because of this issue and what can be done to prevent it. പാർലമെന്റ് നടക്കുകയാണ്. അടുത്തു വരുന്നതായ പാർലമെന്റ് സെഷനിൽ ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂടി ഈ നാട്ടിലെ ജനതയുടെ സംരക്ഷണത്തിന് വേണ്ടി ഈ പ്രശ്നങ്ങളെല്ലാം പാർലമെന്റിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും. അത് ഞാൻ നിങ്ങളോട് പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം 10 ദിവസങ്ങളായി ഈ മലയോര ജനതയുടെ ഈ വലിയതായ ജീവൻ പ്രശ്നം എടുത്തു കാണിച്ച് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ
ജനങ്ങളോടൊപ്പം ചേർന്ന് ഈ പ്രശ്നത്തിന്റെ പ്രാധാന്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയതായ ഒരു പ്രക്ഷോഭ പ്രതിരോധ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതും പ്രത്യേകം അടിവരയിടേണ്ടതുമാണ്. As your representatives, it is our duty to raise your demands, to highlight your issues, and it is also our duty to work together to try to resolve them. So I also said to the district collector that we will make as much effort as we can to help and support any initiative that they take. We are here to help to support all the families who are suffering because of this. And I give you my best wishes for this yatra you have undertaken, all of you who are participating in it. I hope that in this spirit, we will all be able to raise this issue and be able to find reasonable solutions for it, so that more than anything else, human life is protected and you feel safe and you feel confident to go out to work every day. ജീവനോപാധിയേക്കാൾ ഏറ്റവും പ്രാധാന്യമുള്ളതായ കാര്യം മനുഷ്യ ജീവൻ എടുക്കുന്നു എന്നുള്ള ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വേദന അറിയിക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. This morning I visited a lady called Radha's house. She had been, day before yesterday, she had been killed by a tiger. ഇന്ന് കാലത്ത് ഞാൻ രാധയുടെ വീട്ടിൽ പോയി. കഴിഞ്ഞ ദിവസമാണ് രാധ ക്രൂരമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. She was going to collect coffee in a neighboring estate, just 1.5 kilometers from her house. The tiger attacked her and killed her. She has a 25-year-old daughter, 27-year-old son. The family was distraught, they were broken. This young girl lost her mother, young boy lost his mother. വീടിന്റെ 1.25 കിലോമീറ്റർ അപ്പുറത്തുള്ളതായ ഒരു എസ്റ്റേറ്റിൽ കാപ്പി പറിക്കാൻ പോയ സന്ദർഭത്തിലാണ് ഈ ക്രൂരമായിട്ടുള്ള കടുവയുടെ ആക്രമണത്തെ നേരിട്ടത്. ഇന്ന് ആ കുടുംബം അനാഥമാകുന്ന സാഹചര്യത്തിലേക്ക് കടന്നുപോയി. മകനും മകളും ഇന്ന് ഫാമിലി, അവരുടെ കുടുംബമാകെ വിഷമത്തിന്റെയും പ്രയാസത്തിന്റെയും, ഒരാൾ നഷ്ടപ്പെട്ടതിന്റെ തീരാ വേദനയിലൂടെ കടന്നുപോകുന്ന ഒരു ദുഃഖകരമായ മുഹൂർത്തമാണ്. And she is not alone. Unfortunately, in the last 1.5 months since January itself, 3 people have been killed by elephants, 1 by wild boar and 1 by a tiger. And just yesterday, a leopard attacked another person. രാധ മാത്രമല്ല, കഴിഞ്ഞ 3 ദിവസമായി വ്യത്യസ്തമായിട്ടുള്ള ആക്രമണങ്ങളിൽ 3 ആളുകളുടെ മരണത്തിന്റെ തീരാവേദനകളാണ് നമ്മൾ ഇന്ന് കേട്ടതും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. There are various reasons why this man-animal conflict takes place. ഈ മനുഷ്യ-വന്യമൃഗ സംഘർഷത്തിന് പലതായിട്ടുള്ള കാരണങ്ങളുണ്ട്. But at the end of it, however complex this problem is, and we all understand that it is a complex problem, it's not a problem which is easy to resolve because many factors are involved in it. അത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നതായ ഒരു പ്രശ്നമല്ല എന്നുള്ളത് നമുക്കറിയാം. ഏറ്റവും സങ്കീർണവും വലിയ പ്രശ്നങ്ങളും ഇടപെട്ടിട്ടുള്ളതായ ഒരു മേഖലയാണ് മനുഷ്യ-വന്യജീവി സംഘർഷ മേഖല. But however complex it is, the responsibility for protecting human life is in the hands of the central and the state governments. ഏത് രീതിയിലുള്ള പ്രശ്നമായാലും മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം അത് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഏറ്റവും മർമ്മപ്രധാനമായ ചുമതലയാണ്. I met this family, they told me so many things. They said that the fencing was high so the tiger could come through the fencing. They said that for a certain area, in that area where they live, there were only earlier 4 watchmen, forest watchmen, now there are only 2.